40 വയസ്സുള്ള ഒരാൾ എൻ്റെ ക്ലിനിക്കിലേക്ക് വരികയാണ്. അവർ എന്നോട് ചോദിക്കുക, ഡോക്ടറെ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷേ ഞാൻ വെറുതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലായിട്ട് കണ്ടു. ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മരുന്ന് കഴിക്കാതെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഈ ഒരു കാര്യം പൊതുവേ കേൾക്കുന്നതാണ്. ഈ ഹൈ കൊളസ്ട്രോൾ ഉണ്ടെന്ന് വെച്ചിട്ട് സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ അങ്ങനത്തെ എന്തെങ്കിലും സീരിയസ് ആയ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നത് വരെ പൊതുവെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ആർക്കും ഉണ്ടാവാറില്ല. എന്ന് വെച്ച് ഇത് തള്ളിക്കളയാൻ പറ്റിയ ഒരു ചെറിയൊരു കാര്യമല്ല. പക്ഷേ നമുക്ക് ഇത് നമ്മളുടെ ജീവിത ശൈലിയിലൂടെ തന്നെ ഒരുപാടധികം കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. എന്നിരുന്നാലും മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കണം. അതിനോടൊരു മടിയും കാണിക്കരുത്. ഇന്ന് ഈ വീഡിയോയിൽ നല്ല കൊളസ്ട്രോളായ HDL കൂട്ടാൻ വേണ്ടിയിട്ടും ചീത്ത കൊളസ്ട്രോളുകളായ LDLും ട്രൈഗ്ലിസറൈഡ്സും എങ്ങനെ കുറയ്ക്കാമെന്നും ശാസ്ത്രീയമായ രീതിയിൽ സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഹായ്, ഐ എം ഡോക്ടർ മെഹറിൻ സമർ. വെൽക്കം ടു മൈ ചാനൽ. HDL അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ ആണ്. നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലായിട്ടുള്ള കൊളസ്ട്രോളിനെ എടുത്തു കൊണ്ടുവരാനാണ് HDL സഹായിക്കുന്നത്. LDL ആവട്ടെ നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് ഈ ഫാറ്റ് അടിഞ്ഞുകൂടുന്ന ഈ ആത്തെറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ മേജർ കോസ് തന്നെയാണ് LDL എന്ന് പറയുന്നത്. ട്രൈഗ്ലിസറൈഡ്സും ഹാർട്ട് ഡിസീസസിന് കാരണമാണ്. അപ്പോൾ ആദ്യം നമുക്ക് HDL അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് കൊളസ്ട്രോളിനെ എങ്ങനെയാണ് നമുക്ക് നാച്ചുറലി കൂട്ടാമെന്ന് നോക്കാം. അതിന് ഒന്നാമത്തെ കാര്യം ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുക എന്നുള്ളതാണ്. ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. അത് നമുക്ക് എവിടുന്നാ കിട്ടുക? ഒന്ന് ഒലിവ് ഓയിലാണ്. 2 ഫാറ്റി ഫിഷുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തി, അതുപോലെ തന്നെ ചെറിയ ചെറിയ മീനുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ അയില, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ, അതുപോലെ സാൽമൺ ഫിഷ്, ഇതിലെല്ലാം തന്നെ omega-3 ഫാറ്റി ആസിഡ് ഒരുപാടുണ്ട്. ഈ omega-3 ഫാറ്റി ആസിഡ്സ് HDLനെ കൂട്ടുക എന്ന് മാത്രമല്ല ട്രൈഗ്ലിസറൈഡ്സിനെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് എന്നുള്ള ദിവസേന ഒരു 30 മിനിറ്റ് സൈക്ലിങ്ങോ അല്ലെങ്കിൽ നടക്കുകയോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ 5 മുതൽ 10% വരെ HDL ലെവല് ഇതിന് കൂട്ടാൻ സഹായിക്കുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം സ്മോക്കിംഗ് നിർത്തുക എന്നുള്ളതാണ്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പറയുന്നത് നമ്മൾ സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 ആഴ്ച കൊണ്ട് തന്നെ HDL ലെവല് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ബാഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL നമുക്ക് എങ്ങനെ കുറക്കാൻ പറ്റും? ഒന്നാമത്തത് ഇൻസോല്യൂബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. എവിടെയാണ് ഇൻസോല്യൂബിൾ ഫൈബേഴ്സ് ഉള്ളത്? ഓട്സ്, ബാർലി, ബീൻസ്, അതുപോലെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആപ്പിള്, ഓറഞ്ച്, ഇതിലൊക്കെ ഒരുപാടധികം സോല്യൂബിൾ ഫൈബർ ഉണ്ട്. ലാൻസെറ്റിൽ പബ്ലിഷ് ചെയ്ത സ്റ്റഡി പറയുന്നത് 5 മുതൽ 10 ഗ്രാം ഈ സോല്യൂബിൾ ആയിട്ടുള്ള ഫൈബർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 5 മുതൽ 10% വരെ LDLനെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ കാര്യം നട്ട്സ് ഉള്ള ഫുഡ്സ് കഴിക്കുക. ഈ ആൽമണ്ട്സ്, വാൽനട്ട്, പിസ്ത, ഇതിലൊക്കെ ഒരുപാടധികം ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. അത് LDLനെ കുറയ്ക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇത് നമ്മൾ ഒരുപാട് കഴിക്കാൻ പാടില്ല. നല്ലതാണെന്ന് പറഞ്ഞാൽ കുറേ എടുത്ത് കഴിക്കാൻ പാടില്ല, കുറച്ച് കഴിക്കാവൂ. കാരണം എന്താ, ഈ നട്ട്സ് എന്ന് പറയുന്നത് ഹൈ കലോറി ഉള്ള ഫുഡുകളാണ്. അടുത്തതാണ് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ചെടികളിലെ കോശങ്ങളിലെ സെൽ മെംബ്രെയിനിൽ ഉള്ളതാണ് ഈ പ്ലാന്റ് സ്റ്റിറോൾസ്. അത് നമ്മുടെ ബാക്കിയുള്ള ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള കൊളസ്ട്രോളിനോട് സിമിലർ ആണ്. അപ്പൊ എന്ത് പറ്റും, അവിടെ ഒരു കോമ്പറ്റീഷൻ വരും ഈ അബ്സോർബ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഇതിന് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ പറ്റും. ഇത് മെയിനായിട്ട് LDL ലെവല് കുറയ്ക്കുന്നതായിട്ടാണ് സ്റ്റഡീസ് കാണിച്ചിട്ടുള്ളത്. HDL ലെവലിൽ കാര്യമായിട്ടൊരു വ്യത്യാസമൊന്നും ഇതുവരെ സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടില്ല. 1.5 മുതൽ 3 ഗ്രാം വരെ പ്ലാന്റ് സ്റ്റിറോൾസ് ഡെയിലി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 7 മുതൽ 15% വരെ LDL ലെവല് കുറക്കാൻ പറ്റും കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. എവിടെ നമുക്ക് പ്ലാന്റ് സ്റ്റിറോൾസ് കിട്ടുക? വെജിറ്റബിൾ ഓയിലാണ് ഒന്നാമത്തത്. കോൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അടുത്തത് നട്ട്സും സീഡ്സും ആണ്. നമ്മുടെ ആൽമണ്ട്സ്, വാൽനട്ട്സ്, പിസ്ത,
അതുപോലെ സൺഫ്ലവർ സീഡ്സ്, ചിയ സീഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം സാലഡായിട്ടോ എങ്ങനെയെങ്കിലും നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്ത ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. നമ്മുടെ പഴം അതുപോലെ തന്നെ ബ്രോക്കോലി, ഓറഞ്ച്, ഇതിലെല്ലാം പ്ലാന്റ് സ്റ്റീറോൾസ് അടങ്ങിയിട്ടുണ്ട്. അടുത്ത കാര്യം, ഈ LDL കുറക്കാൻ വേണ്ടിയിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സും അതുപോലെ ട്രാൻസ് ഫാറ്റ്സും നിർബന്ധമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ബട്ടറിന് പകരം ഒലിവ് ഓയിലോ അവക്കാഡോ ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫ്രൈഡ് ഫുഡ്സ്, ചിപ്സ്, കേക്ക്സ്, ബിസ്ക്കറ്റ്സ് ഇതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി ട്രൈഗ്ലിസറൈഡ്സ് എങ്ങനെ കുറക്കാം എന്നാണ് നോക്കുന്നത്. ട്രൈഗ്ലിസറൈഡ്സ് മെയിൻലി ഫോം ചെയ്യുന്നത് നമ്മുടെ ഷുഗറിൽ നിന്നാണ്, കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അപ്പോൾ ഷുഗർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിയുന്നതും കുറക്കുക എന്നുള്ളതാണ്. മെയിൻലി ആഡഡ് ഷുഗർ ആയിട്ടുള്ള ഫുഡുകളാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ ഈ ഷുഗർ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, അതുപോലെ ഡെസേർട്സ്, നമ്മൾ ഐസ്ക്രീംസ്, കേക്ക്സിലൊക്കെ പകരം നമ്മൾ ഹോൾ ഗ്രെയിൻ അല്ലെങ്കിൽ തവിടടങ്ങിയ ഭക്ഷണം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്തത് ആൽക്കഹോൾ നമ്മുടെ ട്രൈഗ്ലിസറൈഡിന്റെ ലെവൽ കൂട്ടുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിയുന്നതും അത് പൂർണ്ണമായിട്ട് തന്നെ നിർത്താൻ ശ്രമിക്കുക. പിന്നെ എക്സ്ട്രാ വെയിറ്റ് കുറക്കാം. 5 മുതൽ 10% വരെ നമ്മുടെ ബോഡി വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ് ലെവൽ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തതായിട്ടുള്ള വലിയ പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റിയ കാര്യമൊന്നും ആയിരിക്കില്ല, സ്ലോവർ ആയിരിക്കും. അതുപോലെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മരുന്ന് കഴിക്കേണ്ട സാഹചര്യങ്ങൾ മരുന്ന് തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഫാറ്റ്സ് കഴിക്കുക, നന്നായിട്ട് ഡെയിലി എക്സസൈസ് ചെയ്യുക, ട്രാൻസ് ഫാറ്റും ഷുഗറി ഫുഡും ഒഴിവാക്കുക, സ്മോക്കിംഗ് നിർത്തുക, ആൽക്കഹോൾ കഴിയുന്നത്രയും നിർത്തുക. ഈ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവാനും സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.